നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രവാസിയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങൾക്ക് ഗൾഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഒന്ന് കാണണം കേട്ടോ. ഒരു പ്രവാസിന്റെ വിഷമം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടുകാരും ഉണ്ടാവില്ല. ഓൻ എന്താണെന്നപ്പാ, ഓൻ ഗൾഫിലല്ലേ. പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസിയും അത് പറഞ്ഞറിയിക്കാൻ നിൽക്കൂല. പക്ഷെ ഈ വീഡിയോയിൽ പ്രവാസം എന്നതിനുള്ള ഉത്തരം വ്യക്തമായിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കണ്ടോ, ഒരിക്കലും നഷ്ടം വരില്ല. അല്ല മാഷേ, എന്താ ഗൾഫ് പോകാനുള്ള തീരുമാനം? ജോലിക്കാ? നല്ലൊരു ജോലി ഇവിടെ കളഞ്ഞിട്ട് ഗൾഫ് പോയി ജോലി ചെയ്യേ. ഇന്റെ 2 ഫ്രണ്ട്സേ വിസിറ്റിങ്ങിന് പോകണ്ടേ. അപ്പൊ ഓലെ കൂടെ ഗൾഫൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. പിന്നെ അമ്മോഷനോടെ ഉണ്ടല്ലോ, അവിടെ എത്തിയാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മോശം നോക്കിക്കോളല്ലോ. പോകാനുള്ള വിസിൻ ടിക്കറ്റ് ഒക്കെ അമ്മോഷന അയച്ചു തന്നത്. മൂപ്പർക്ക് അവിടെ ബിസിനസിന്റെ ഓരോ തിരക്കും ടെൻഷനൊക്കെ അല്ലേ. 2 ആഴ്ച ഞാൻ അവിടെ നിൽക്കുമ്പോഴേ മനസ്സൊക്കെ ഒന്ന് തണുത്തൊന്ന് സന്തോഷിക്കട്ടെ. അമ്മോശനെ കൊണ്ട് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. ജോലിക്ക് കയറാനും വീട് വെക്കാനൊക്കെ അമ്മോശൻ തന്നെയല്ലേ സഹായിച്ചത്. അതുകൊണ്ടേ ₹1 കടല്ലാതെ കിട്ടുന്നത് ബാങ്കിൽ ഇട്ട് ഇങ്ങനെ നടക്കാലോ. എന്തെത്ര വലിയ അത്യാവശ്യം? അത്യാവശ്യം ഇപ്പൊ ഇതുകൊണ്ടൊന്നും തീരൂല. മരുവനും ഓന്റെ 2 കൂട്ടുകാരും ദുബായ് കാണാൻ വിസിറ്റിൽ വരുന്നുണ്ടല്ലോ. ഇതിപ്പോ എനിക്ക് വിസിൻ ടിക്കറ്റ് എടുക്കാനാ. പിന്നെ എന്റെ 1-2 സഹായം കൂടി വേണം. അതെന്തേ? മരുവൻ വന്നാ എങ്ങനെ ഞാൻ ഇന്റെ റൂമിൽ കെടുത്തുക? എനിക്കറിയാലോ ഞങ്ങൾ 7 ആളെന്നാ ഇടുങ്ങിയ റൂമിൽ എങ്ങനെ കെടുക്കണെന്നുള്ളത്. അവിടെ എങ്ങനെയാ ഓനെ കെടുത്തുക? ഓലൊക്കെ നല്ല നിലയിൽ ജീവിക്കണോലല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ ഫ്ലാറ്റ് കാലിയാണ്, എന്റെ ഫാമിലി നാട്ടിൽ പോയതാ. ഓൻ അവിടെ നിന്ന് താമസിച്ചോട്ടെ. അൽഹംദുലില്ലാ, അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കേ. ആന്ന് കുഴപ്പമില്ല പറ്റിയാക. പിന്നെ എന്റെ വണ്ടിയായിട്ട് നമുക്കൊന്ന് എയർപോർട്ടിൽ കൊണ്ടുവരാൻ പോകും. എന്റെ റൂമിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നോളാം. എന്റെ ഒഴിവനുസരിച്ച് ഞാൻ ഒന്ന് കണ്ടോളാം. പിന്നെ ഇനി 2 ആഴ്ച കൂടി സമയമുണ്ടല്ലോ, അത് നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഇവിടെ ഇരിക്കണ്ടാ? എന്തേത്ര നേരത്തെ എണീറ്റ്? നല്ല യാത്ര ചെയ്ത് ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ? കുറച്ചുകൂടി ഒന്ന് ഉറങ്ങിയിട്ട് എണീറ്റാൽ മതിയായിരുന്നു. എനിക്കേ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ചായ പൊടുന്ന കിട്ടുക. കെറ്റിലും വെള്ളം കഥ കിച്ചണില്. നീ ദോശ വേണമെങ്കിൽ മാവത കലക്കിച്ച ഫ്രിഡ്ജില്. പുട്ടുപൊടിയും മറ്റു സാധനങ്ങളൊക്കെ അതൊക്കെ കബോർഡില്. എന്താ വേണ്ടിച്ച് ഉണ്ടാക്കി കഴിച്ചോ. ഇന്നലത്തെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കണ്ടീന്ന്. വാഷിംഗ് മെഷീൻ സോപ്പ് പൊടി കഥ കിച്ചന്റെ സൈഡില്. ഞാൻ പോട്ടെ, നമുക്ക് വൈകുന്നേരം വന്നിട്ട് കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പാ ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു. ഇവിടെ ശരിയാവൂലപ്പാ. ഞാൻ ഒന്നുകിൽ ഇപ്പാന്റെ അടുത്തേക്ക് അങ്ങോട്ട് താമസം മാറാം, അല്ലെങ്കിൽ വല്ല ഹോട്ടലിൽ റൂം എടുക്കാം. എന്തേ പറ്റി മോനെ? ഇവിടെ എസിയും തണുപ്പില്ല, സൗകര്യങ്ങളും ഇല്ല. ഹോട്ടലിലാണെങ്കിൽ ഒരു ഫുഡ് നേരത്തിന് റൂമിൽ എത്തിച്ചു തന്നോളും. പിന്നെ ഡ്രസ് അലക്കലും റൂം ക്ലീനിങ്ങും ഒക്കെ ഓലേനെ ചെയ്തോളും. നമ്മളൊന്നും അറിയണ്ട. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരാം.